കണ്ണൂരിലെ ജനകീയ ഡോക്ടർ AK രൈരു ഗോപാൽ അന്തരിച്ചു എന്നൊരു വാർത്ത വരുന്നു. വാർദ്ധക്യ സഹജമായ സുഖത്തെ തുടർന്ന് വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. രോഗികളിൽ നിന്ന് 2 രൂപ ഫീസ് മാത്രം വാങ്ങി ചികിത്സ നടത്തിയിരുന്നതിനാൽ 2 രൂപ ഡോക്ടർ എന്നാണ് രൈരു അറിയപ്പെട്ടിരുന്നത്. 50 വർഷത്തിനിടെ 18 ലക്ഷം രോഗികളെ ചികിത്സിച്ചിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, നമ്മുടെ കണ്ണൂരുകാരുടെ 2 രൂപ ഡോക്ടർ വിടവാങ്ങി അല്ലേ രൈരു ഗോപാൽ? എന്താണ് കൂടുതൽ വിവരങ്ങൾ അഭിജിത്ത്? അരുൺകുമാർ, ജനകീയ ഡോക്ടർ എന്നായിരുന്നു രൈരു ഗോപാൽ അറിയപ്പെട്ടിരുന്നത്. കേവലം 2 രൂപ മാത്രം രോഗികളിൽ നിന്ന് വാങ്ങി അദ്ദേഹം ചികിത്സ നടത്തി. ഏതാണ്ട് 50 വർഷത്തോളം ആ രീതിയിലായിരുന്നു അദ്ദേഹം ചികിത്സ നടത്തിയിരുന്നത്. അതിനാൽ തന്നെ ജനകീയ ഡോക്ടർ, പാവപ്പെട്ടവരുടെ ഡോക്ടർ എന്നൊക്കെ രൈരു ഗോപാൽ അറിയപ്പെട്ടിരുന്നു. 35 വർഷം കണ്ണൂർ താണയിലെ ഒരു ക്ലിനിക്കിൽ അദ്ദേഹം ചികിത്സ നടത്തി. അതിനുശേഷം ശാരീരികമായ ചില അവശതകളെ തുടർന്ന് വീട്ടിൽ വെച്ചായിരുന്നു ചികിത്സ. 15 വർഷത്തോളം വീട്ടിൽ വെച്ചും അദ്ദേഹം ചികിത്സ നടത്തിയിരുന്നു. 2024 മെയ് മാസം 8-ാം തീയതിയാണ് അദ്ദേഹം രോഗികളെ ചികിത്സിക്കുന്നത് അവസാനിപ്പിച്ചത്. അന്ന് അദ്ദേഹത്തിൻ്റെ വീടിന് മുൻപിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരുന്ന ഒരു ബോർഡ് ഉണ്ടായിരുന്നു: ഞാൻ ഇവിടെ തൻ്റെ സേവനം അവസാനിപ്പിക്കുകയാണ്, ശാരീരികമായ അവശതകൾ കാരണം താൻ ഇന്നു മുതൽ രോഗികളെ ചികിത്സിക്കുന്നത് നിർത്തുകയാണ് തുടങ്ങിയ ഒരു ബോർഡ് അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതൊക്കെ വലിയ വാർത്തയായതാണ്. അന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ ഈ കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യുന്നു. അതിന് പിന്നാലെ ദേശീയ തലത്തിലടക്കം ഈ ഡോക്ടർ ശ്രദ്ധയാകർഷിക്കുകയും ചെയ്തതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാർ, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ പിതാവാണ് തന്നോട് ഈ രീതിയിലുള്ള ഒരു ചികിത്സ നടത്തണമെന്ന് പറയുന്നത്. കാരണം പാവപ്പെട്ടവ നിരവധി പേർ നമ്മുടെ ചുറ്റുപാടുമുണ്ടാകും. അവർ പലർക്കും വലിയ പണം നൽകി ചികിത്സ നേടാൻ കഴിയാത്തവരായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ തുക മാത്രം വാങ്ങി ചികിത്സ നടത്തുക, പാവപ്പെട്ടവർക്ക് അദ്ദേഹം മരുന്നുകൾ സൗജന്യമായി നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ വിയോഗമുണ്ടായിരിക്കുന്നു. ഇന്നലെ രാത്രിയാണ് അന്ത്യം സംഭവിച്ചത്. ഇന്ന് വൈകിട്ടോടുകൂടി, ഉച്ചയോടുകൂടി തന്നെ പയ്യാമ്പലം ശ്മശാനത്തിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുകയും ചെയ്യുക. അരുൺകുമാർ, ഓക്കെ അഭിജിത്ത്, അങ്ങനെ ഒരു നല്ല മനുഷ്യൻ കൂടി നമ്മളുടെ അടുത്ത് നിന്ന് വിടവാങ്ങി. ജീവൻ മശായി വായിച്ചിട്ടില്ലേ? ആരോഗ്യ നികേതനത്തിലെ ജീവൻ മശായി. അങ്ങനെ കണ്ണൂരുകാരുടെ സ്വന്തം ജീവൻ മശായി ആയിരുന്നു നമ്മുടെ രൈരു ഡോക്ടർ. 2 രൂപയ്ക്ക് ചികിത്സിക്കുക. വേണമെങ്കിൽ 100, 150, 250 ഒക്കെ കൺസൾട്ടിങ് ഫീസ് എഴുതി വാങ്ങിക്കാം. പക്ഷേ ഈ പണമൊക്കെ കിട്ടിയിട്ട് എന്തിനാണ്? പോകേണ്ട സ്ഥലമെല്ലാം ഒന്നല്ലേ എന്ന് ഡോക്ടർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ രോഗികളുടെ പ്രിയപ്പെട്ട ഡോക്ടറായിട്ട് ജീവിച്ചു. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും അദ്ദേഹം നേടിയില്ല, ഈ സ്നേഹവും നമ്മളുടെ ഈ വാർത്താ പ്രാധാന്യവും അല്ലാതെ. അതിനുമപ്പുറം അദ്ദേഹം നേടിയ ഒരു മാനസികമായിട്ടുള്ള സന്തോഷം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ആ മാനസികമായ സന്തോഷം നേടുമ്പോഴാണ് നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് യഥാർത്ഥത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്നത്. രൈരു ഡോക്ടർക്ക് പ്രണാമം.